ഗുഡ് മോർണിംഗ്. 6:45 സമയം. രാവിലെ അമ്പലത്തിൽ പോണതിന് മുന്നേ വെളിച്ചമായിപ്പോൾ ഒന്ന് വീടിൻ്റെ പുറത്തുള്ള ഒരു ചെറിയൊരു കാഴ്ച വീഡിയോ എടുത്തതാണ്. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് വീഡിയോ എടുത്തിട്ട് പഠിച്ചു വരണമല്ലോ. അപ്പം അതിന് തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക, കമൻറ്റിൽ പറയുക. വീഡിയോ ഇന്നലെ അല്ല, വീഡിയോ എടുത്ത് വന്നപ്പോൾ കുറേ ലോങ്ങായും തോന്നിയത് കാരണം അങ്ങനെ സ്പീഡ് കൂട്ടി വെച്ചതാണ്. എടുത്തത് എന്തായാലും നിങ്ങളെ കാണിക്കാം. നിങ്ങൾ എൻ്റെ ഫാമിലീനെ കാണിക്കുമ്പോൾ നിങ്ങൾ തെറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അപ്പോൾ തിരുത്താൻ പറ്റിയ തെറ്റുകളൊക്കെ തിരുത്താമല്ലോ. അങ്ങനെ ഒരു ബ്ലോഗാണ് ഇത്. എനിക്കൊന്നിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ അങ്ങനെ വരില്ല. കുറേ കാര്യങ്ങൾ എൻ്റെ ഫാമിലിയുടെ അടുത്ത് പറയണം എന്നുണ്ടായിരുന്നു. എനിക്കൊന്നും പറയാൻ വരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ലൈക്ക് ചെയ്യുക. എൻ്റെ ഫാമിലീനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പറയണതിൽ ചെറിയ തെറ്റുകുറ്റം എന്തെങ്കിലും ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ല. അത് ഒന്ന് ക്ഷമിക്കുക. ഞാൻ തെറ്റ് പറയണതിൽ എന്തെങ്കിലും തെറ്റ് പറ്റുന്നതുണ്ടെങ്കിൽ ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. എന്തായാലും ഇത് സ്രാവ് കൂട്ടാൻ വെച്ചതാണ്, ഉണക്ക സ്രാവ്. വീഡിയോ പിടിച്ചു തരുന്നത് അത് ദീക്ഷിത്താണ്. ദീക്ഷത്തിന് 8 വയസ്സായി. 9 വയസ്സാകുമ്പോൾ ഡിസംബറിലേക്കാണ് അടുത്ത വർഷം. ഈ വർഷം 9 വയസ്സാവും. 3-ാം ക്ലാസ്സിലേക്ക് ജയിക്കാൻ പോണു ആള്. പിന്നെ താഴെയുള്ള മോന് 3 വയസ്സായി. മെയ് 11-ാം തീയതിക്ക് 3 വയസ്സാവും താഴെയുള്ള മോന്. അതിൽ മിച്ചറും അതൊക്കെ ചെയ്തിട്ടുണ്ട്. പലഹാരങ്ങൾ തിന്ന് ചെറിയ പിള്ളേരുടെ വീട്ടിൽ അറിയാമല്ലോ. ആദ്യമായിട്ട് വീഡിയോ എടുക്കണതിൻ്റെയും വോയിസ് ഓവർ കൊടുക്കണതിൻ്റെയും നല്ലൊരു ടെൻഷൻ ഉണ്ട്. അതിൻ്റെ പകർച്ചയാണ് പറയുമ്പോൾ വരുന്നത്. ഇത് വീഡിയോ എടുത്ത് നിങ്ങളൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ വീഡിയോ പിന്നെ ഇടുമ്പോൾ ശരിയാക്കാൻ ശ്രമിക്കാം. അതൊക്കെ വെളിച്ചത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട്.
സ്കൂൾ അടച്ചപ്പോൾ ചോദ്യം മാത്രം കുപ്പികളൊക്കെ കഴുകി ഒതുക്കി വെച്ചത് അത് എന്തായാലും റാക്കിൻ്റെ മുകളിലേക്ക് കയറ്റാണ്. സാധനങ്ങൾ മാസ സാധനങ്ങൾ വാങ്ങിച്ചോർന്ന് അവിടെ അതും ഒതുക്കുകയാണ്. അങ്ങനെ വെച്ച് സോപ്പും പൊടി സോപ്പുകളൊക്കെ തിരിച്ച് വയ്ക്കുക. റാക്കിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ പൊട്ടിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ റാക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ ചെറുതായിട്ട് ലീക്ക് തോന്നി അതിൻ്റെ റാക്കിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം അത് അങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. മിളക് ഇടുന്ന ഒരു ഡപ്പയായിരുന്നു, അത് കഴുകി വൃത്തിയാക്കി വെച്ച്. ഇത് കുഞ്ഞൂട്ടൻ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഉണക്കാൻ വെച്ച കോവക്കായ അത് കുഞ്ഞൂട്ടൻ എടുത്ത് വലിച്ചിട്ട് പറമ്പിലേക്ക് എടുത്തിട്ടു. അല്ല കുറുമ്പ് കാണിച്ച് കണ്ടില്ല ഇടുമ്പോൾ. ദേശത്ത് കളി കഴിഞ്ഞ് വന്നുകൊണ്ട് കളിക്കാൻ പോയി. ചോറ് വിശന്നിട്ട് വന്നപ്പോൾ ചോറ് നട്ട് ചോറുതാന്ന് വേണ്ടി ബഹളം വെച്ചുകൊണ്ടിരിക്കുക. പപ്പടം കാച്ചിയ കൂട്ടാനും കൂട്ടി കൊടുത്തതിന് പിള്ളേർ ചെറിയ ആൾക്ക് കഴിക്കാനാണ് മടി. അവന് ദേഷ്യത്തിന് കഴിക്കാൻ കുഴപ്പം ഇല്ല. അവന് കൂട്ടാനൊക്കെ മീൻ കൂട്ടാൻ വേണം. ഞോണാണ് കൂടുതൽ വലിയ താല്പര്യം രണ്ട് പിള്ളേർക്ക്. ചിക്കനും മീൻ വറുത്തത് എന്ന് പറഞ്ഞിട്ടാ അന്നും അത് വേണമെന്ന് പറഞ്ഞാൽ നിൽക്കുക. അപ്പോൾ ചോറൊന്നും ഉണ്ടെങ്കിൽ ഞോണിനോട് തന്നെ പിള്ളേർക്ക് താല്പര്യം. രണ്ട് പിള്ളേർക്ക് രണ്ട് മക്കൾ. തുണി വാഷ് ചെയ്യൽ കഴിഞ്ഞു. അപ്പോൾ ഡ്രയറിലിടാണ്. തോരയിടുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് പിന്നെ അങ്ങനെ വീഡിയോസും അതിൻ്റെ ഇടയിലുള്ള പണികളൊക്കെ തീർത്ത് വന്നപ്പോൾ അത് നേരം വൈകിപ്പോയി. അപ്പോൾ അത് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞിട്ടൻ്റെ ഒരു ഹായ് പറയലാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചലത്തെ പാത്രം കഴുകി വയ്ക്കലാണ്. പാത്രം എപ്പോഴും സിങ്കിലുണ്ടാവും കഴുകാൻ. വേസ്റ്റ് കൊണ്ടുപോയി കളയുക. പറമ്പിൽ ആ സൈഡിൽ വേസ്റ്റ് കൊണ്ടുപോയി. കോവക്കായ വെച്ചത് ഉണക്കാൻ വെച്ചത് മറന്നു എടുക്കാൻ വറക്കാതെ അതെടുത്ത് കൊണ്ടുവരികയാണ്. ദേശത്താണ് വീഡിയോ എടുക്കണത്. അപ്പോൾ കുഞ്ഞൂട്ടൻ അവിടെ കുറുമ്പ് കാണിക്കുകയാണ്. ആ വീഡിയോ അവൻ ദേശത്ത് എടുത്തതാണ്. ഞാൻ കൂട്ടിയ കാരണം കൊണ്ടാണ് പിന്നെ കുളിച്ച് വിളക്കത്തിക്കണേ കഴുകുന്നത്. അപ്പോഴത്തേക്കും അവിടെ കുഞ്ഞുട്ടൻ കുറുമ്പ് കാണിച്ച് ഫോണൊക്കെ തട്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.